കുട്ടികളെ നമ്മൾ ഈ ഫുൾ ചിക്കനെ നമുക്കൊന്ന് ഫുൾ ചിക്കൻ തന്നെയായിട്ട് ഞാൻ ചെയ്ത് അങ്ങനെ വറുത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതിനെ നമുക്ക് മസാല ശരിയാക്കി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. പക്ഷെ ഇച്ചിരി വ്യത്യാസം പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഒരു പിടി കുറച്ചധികം കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു 5-6 എരിവിനുള്ള മുളക്. പിന്നെ ഇത് നമ്മുടെ കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. ഇത് കുറച്ച് വിനാഗിരിയിൽ വെള്ളത്തിലും കൂടി അങ്ങ് കുതിർത്ത് വെക്കുക കേട്ടോ. കുതിർത്ത് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി, മല്ലിയില വേണം കുറച്ചധികം, എല്ലാം കൂടി അങ്ങ് അരക്കുക. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ അതേ കുറച്ച് കുത്തൊക്കെ ഇട്ട് ഇവനെ അങ്ങോട്ട് വെച്ചേക്കുക. എല്ലാം കൂടി അരച്ചു കൊണ്ടുവരിക. ഇത് ഉൾപ്പെടെ കേട്ടോ. നമ്മുടെ ഈ കാശ്മീരി മുളക് ഇതിനധികം എരിവുണ്ടാവില്ല, കളർ ഉണ്ടാവും. ഇതെല്ലാം കൂടി അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതെല്ലാം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലുള്ള പൊടികൾ നമുക്കൊരു സ്പൂൺ, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഗരം മസാല നമുക്കൊരു 3 സ്പൂൺ ഇടാം കേട്ടോ. ഒരു 3 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടാം കേട്ടോ. ഇതിൽ കുരുമുളകും ഒരു 1/2 സ്പൂൺ ഇട്ടേക്കാം. പിന്നെ വേറെ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, നമ്മുടെ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത്. കുറച്ച് കുരുമുളകിൻ്റെ എരിവ്, ഒരുപാട് എരിവ് വേണ്ട അനുസരിച്ച് അതനുസരിച്ച് നിങ്ങൾക്ക് എരിവിൻ്റെ കാര്യങ്ങളിടാം. ഇതെല്ലാം നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതിൽ തന്നെ ഉപ്പ് ഇടണുണ്ട് കേട്ടോ. ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ ഫുള്ള്, വേറെ ഒന്നും ഇതിൽ ചേർക്കാനില്ല. ഇതെല്ലാം ഫുള്ള് അരച്ചിട്ട് വരാം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്കിതുമ്പോൾ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ വരകൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉള്ളിലേക്ക് ഇടും. ഇനി ഒരു മിനിമം 1-2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഈ കുക്കറിൽ ഇട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് കുഴച്ചെടുക്കാനല്ല കേട്ടോ പറയുന്നത്. ഈ ഗ്രേവി എല്ലാം ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഞാനിത് വേവിച്ചിട്ട് വരാവേ. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവി ബാക്കിയുള്ളത് കളയരുത്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്. കുറഞ്ഞ തീയിൽ വെന്തിട്ടുള്ളൊരു ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ വറുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടില്ലേ, ആ എണ്ണയിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് അരച്ച ഗ്രേവി ബാക്കി ഉണ്ടാവും. അത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ ഗ്രേവി നമ്മൾ വറുത്ത ചിക്കൻ്റെ മേളിലും എവിടെയൊക്കെയെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഇതേ കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇച്ചിരി സമയം എടുത്താണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ.